ഹായ് ഗെയ്സ്, വെൽക്കം ടു വീല്. കാലാകാലങ്ങളായി മനുഷ്യൻ ഉത്തരം തേടുന്ന, പക്ഷേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മനുഷ്യന് ഉത്തരം ലഭിക്കാത്ത അനേകം മനുഷ്യനെ കബളിപ്പിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കിനിയും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിലൊന്നാണ് 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് നടന്നതിന് ശേഷം നമ്മുടെ പ്രപഞ്ചത്തിൽ അനേകം ഗാലക്സികളും അവയ്ക്ക് നടുവിലായി ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളും രൂപം കൊള്ളുകയുണ്ടായി. പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ വലിയ സ്പൈറൽ ഗാലക്സികളുടെയും എലിപ്റ്റിക്കൽ ഗാലക്സികളുടെയും കേന്ദ്രത്തിൽ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ സൂര്യൻ്റെ 40 ലക്ഷം മടങ്ങ് മാസ് വരുന്ന സജിറ്റാരിയസ് എയിനെ പോലെ തന്നെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ മാത്രമല്ല, ആൻഡ്രോമേഡയുടെ ഇവന്റ് ഹൊറൈസൺ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തിയ M87ൻ്റെയും എല്ലാം കേന്ദ്രത്തിൽ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ കാണപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാൽ ശാസ്ത്രലോകത്തെ ഇന്നും കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്, നമ്മുടെ ഈ പ്രപഞ്ചം രൂപം കൊണ്ട സമയം ഗാലക്സികളാണോ അതോ ബ്ലാക്ക് ഹോളുകളാണോ ആദ്യം രൂപം കൊണ്ടത് എന്നൊരു ചോദ്യം വരുമ്പോൾ ഇന്നും നമ്മുടെ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ആദിമകാലത്ത് ഭീമാകാരന്മാരായ ഗ്യാസ് ക്ലൗഡുകൾ ഒരു നക്ഷത്രം പോലും രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ കൊളാപ്സ് ആയിരിക്കാമെന്നും ഒരു ബ്ലാക്ക് ഹോൾ ഒരുപക്ഷെ രൂപം കൊണ്ടിരിക്കാമെന്നും. അതുമല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തിൻ്റെ വലിപ്പമനുസരിച്ച് അവയുടെ മരണത്തെ തുടർന്നിട്ടാണ് ഓരോ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ രൂപം കൊള്ളുന്നത്. അങ്ങനെയുള്ള 10,000-കണക്കിന് ബ്ലാക്ക് ഹോളുകൾ ഒന്നിച്ചു ചേർന്നായിരിക്കാം ഒരു പക്ഷേ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ രൂപം കൊണ്ടിരിക്കാനുള്ള സാധ്യതയെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അനേകം കോടി വർഷങ്ങൾ എടുക്കേണ്ടതായി വരും. മാത്രവുമല്ല, അവിടെ യഥാർത്ഥത്തിൽ മറ്റൊരു കുഴപ്പവും രൂപം കൊണ്ടുവരും. പ്രപഞ്ചത്തിലെ 99.99% നക്ഷത്രങ്ങളും ഏതെങ്കിലുമൊക്കെ ഗാലക്സിയുടെ ഭാഗമായിരിക്കും. അങ്ങനെയെങ്കിൽ ഗാലക്സികളുടെ ഭാഗമായ നക്ഷത്രങ്ങൾ മരിക്കുന്നതിനെ തുടർന്നിട്ടാണ് ബ്ലാക്ക് ഹോൾ രൂപം കൊണ്ടുവന്നതെങ്കിൽ പിന്നെ അവ ഒന്നു ചേർന്ന് അതേ ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ആകുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ആ ഗാലക്സി അവിടെ രൂപം കൊണ്ടുവന്നു എന്നൊരു ചോദ്യവും ബാക്കിയായി വരും. മാത്രവുമല്ല, അതിനെടുക്കുന്ന കാലയളവ് വളരെ അനേക കോടിക്കണക്കിന് വർഷങ്ങളുമായിരിക്കും. പക്ഷേ പ്രപഞ്ചം രൂപം കൊണ്ടതിന് ശേഷം രൂപം കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്രത്തിൽ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ അടങ്ങിയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ഗലാക്റ്റിക് ന്യൂക്ലിയകളായിട്ടുള്ള ക്വാസേഴ്സുകളെ നമുക്ക് അറിയുകയും ചെയ്യാം. ഇതിനെ പിന്തുടർന്ന് നമ്മൾ പോകുകയാണെങ്കിൽ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ ചേർന്ന് ഗാലക്സികളുടെ കേന്ദ്രത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യത തീർത്തും കുറവുമായി മാറുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ശാസ്ത്രലോകത്തിന് ഇന്നേ വരെ ഉത്തരം ലഭിക്കാത്ത എന്തോ പ്രതിഭാസത്തിലൂടെ പദാർത്ഥങ്ങൾ കടന്നു പോകുകയും എന്തിനെയോ തുടർന്ന് സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ രൂപം കൊള്ളുകയും ശേഷം അതേ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണത്തെ തുടർന്ന് പദാർത്ഥങ്ങൾ അതിനെ വലയം വയ്ക്കുവാനായി ആരംഭിക്കുകയും നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാം രൂപം കൊള്ളുകയുമായിരുന്നു എന്ന് വരികയും ചെയ്യും. അതായത് ഗാലക്സികൾ രൂപം കൊള്ളുവാനായി കാരണമായി മാറിയതും അതേ ഗാലക്സികളുടെ മധ്യത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ ആയിരിക്കാമെന്നും വരും. പക്ഷെ അപ്പോഴും ഗാലക്സികളുടെ മധ്യത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ നേരിട്ടെങ്ങനെ രൂപം കൊണ്ടുവന്നു എന്നതിന് ശാസ്ത്രലോകത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏത് തിയറി കൊണ്ടുവന്നാലും അതിന് കോൺട്രഡിക്ഷനായ മറ്റൊരു ചോദ്യവും രൂപം കൊണ്ടുവരും. ഇറഗുലർ ഗാലക്സികൾ ഉപയോഗിച്ച് ആദ്യം ഗാലക്സിയാണ് ഉണ്ടായതെന്ന് വാദിക്കാം. പക്ഷെ അതിന് മറുവാദമായി ഗാലക്സികൾ തീർത്തും ചെറുതും ആക്റ്റീവ് ഫീഡിങ്ങും ഇല്ലാത്തതിനെ തുടർന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതിലും തീർത്തും ചെറിയ റേഡിയേഷൻ മാത്രം എമിറ്റ് ചെയ്യുന്ന ബ്ലാക്ക് ഹോളുകളാണ് അവയുടെ കേന്ദ്രത്തിലുള്ളതെങ്കിൽ എങ്ങനെ നമുക്ക്
അവയെ തിരിച്ചറിയാനായി സാധിക്കും എന്ന ചോദ്യം മറുവാദമായി ഉന്നയിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അനേകം വാദങ്ങളും മറുവാദങ്ങളും മുൻപോട്ട് വന്നുവെങ്കിൽ കൂടെ ഇന്നും നമ്മുടെ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്: ഒരു ഗാലക്സിയാണോ അതോ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണോ ആദ്യമായി രൂപം കൊണ്ടിരിക്കാം എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.